ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. ഞങ്ങൾ മൂന്നാളും ഇപ്പോൾ അപ്പൂപ്പൻ്റെ കുടുംബ വീട്ടിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണത്. വേറെ ഒന്നുമല്ല, അവിടെ താലപ്പല്ലിയാണ് പരിപാടി. അപ്പം ഞാൻ കാണിക്കുന്നപ്പോൾ തന്നെ ജാനും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ മണ്ണിൽ കളിക്കാൻ തുടങ്ങി. മണ്ണെന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ്സാണ് ഞങ്ങൾക്ക്. ഞാനും ഉണ്ടായിരുന്നു ആ പിള്ളേരുടെ കൂടെ. അടിപൊളിയല്ലേ? അപ്പം അങ്ങനെ അവരുടെ കൂടെ ടൈം സ്പെൻഡൊക്കെ ചെയ്യുമായിരുന്നു. അതിൻ്റെ കൂടെ ചേച്ചി ഞങ്ങളെല്ലാവരും കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും അങ്ങനെ മണ്ണിലൊക്കെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാനൊക്കെ സമയമായി ഉച്ചക്കത്തെ. അപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ മാമന്മാരും മാമി എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരോ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ കുറേ പിള്ളേർ കൂടിയപ്പോൾ എല്ലാവരും മണ്ണിലിരുന്ന് കളിക്കാൻ തുടങ്ങി. അപ്പം ഞാനും ചേർന്ന് ഒന്നുകൂടി കളിക്കാൻ പോയി. അപ്പം അങ്ങനെ എല്ലാവരും കസിൻസ് എല്ലാവരും കൂടി സംസാരിച്ച ചിരിയും കളിയൊക്കെ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ തന്നെ ചണ്ടക്കാർ വന്നു. അടിപൊളി ചണ്ടക്കാരാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു 5:30 ഒക്കെ ആയി തോന്നുന്നു. അങ്ങനെ അമ്പലത്തിൽ പോയി ദൈവത്തിനൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കാൻ ഏകദേശം പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങളെല്ലാവരും, ഇപ്പോൾ ഞാനായാലും ചേച്ചിയായാലും പെട്ടെന്ന് പോയി ഫ്രഷൊക്കെ ആയി. ഞാൻ സാരിയായിരുന്നു, അപ്പോൾ ചേച്ചി ഡ്രസ്സായിരുന്നു. അപ്പോൾ അങ്ങനെ വേഗം പോയി ഒരുങ്ങിയൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ കുറേ പേര് വന്നായിരുന്നു. കസിൻസ് അയൽവക്കക്കാരൊക്കെ കുറേ പേരൊക്കെ വന്നായിരുന്നു. അടിപൊളി വെച്ചാൽ അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ട് കുറേ നാൾ ശേഷമാണ് താലപ്പല്ലിയൊക്കെ ഞാനും ചേച്ചിയൊക്കെ കൂടണം തന്നെ. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് കിട്ടിയത് ഫ്രൂട്ട്സിൻ്റെ താലമാണ്. ചേച്ചിക്ക് ദൈവത്തിൻ്റെ പൊന്നാടിയോ അങ്ങനെ എന്തോ കിട്ടിയായിരുന്നു പുള്ളിക്കാരത്തേക്ക്. എനിക്ക് ഇതിൻ്റെ പേര് ശരിക്കും എനിക്കറിയില്ല എന്താണ്. അങ്ങനെ ഓരോരോ ആൾക്കാർ താലം പിടിച്ച്, ഗീതാമ്മയായാലും ഇങ്ങനെ ചിട്ടയായാലും അങ്ങനെ ഓരോരോ ആൾക്കാർ താലം പിടിച്ചുകൊണ്ട് ഓരോരോ സെറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് എനിക്ക് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല, കാരണം താലെടുക്കണമെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫുൾ എന്താ പറയുക, മൊത്തത്തിൽ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഉദ്ദേശിച്ച വീഡിയോസ് ഒന്നും അങ്ങനെ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ കസിൻ ബ്രദറുടെ കയ്യിലായിരുന്നു ഫോണ്. അപ്പോൾ അങ്ങനെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചി പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ താലം എടുക്കാൻ പറ്റുമല്ലോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾക്ക് താലം എടുക്കാൻ കിട്ടി. നേരത്തെ പറഞ്ഞ പോലെ ചേച്ചിക്ക് എനിക്ക് അങ്ങനത്തെ ഒരു താലമാണ് കിട്ടിയത്. അടിപൊളിയായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. പോയിട്ട് ഞങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ വരണമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ താലത്തിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി. അങ്ങനെ ഞങ്ങളിത് നിന്നൊന്നുമില്ല, ഡയറക്റ്റ്ലി അമ്പലത്തിൽ തന്നെയാണ് പോയത്. ശരിക്കും ഇത് കഴിഞ്ഞിട്ടാണ് അമ്പലം വരുന്നത്. ഒരു സ്കൂളുണ്ട്, ആ സ്കൂൾ കഴിഞ്ഞിട്ടാണ് അമ്പലം വരുന്നത്. അങ്ങനെ അമ്പലമൊക്കെ എത്താറായി. അപ്പം ചെറുതായിട്ട് വാശിയൊക്കെ പിടിച്ച് അത് കാലുവേദനയൊക്കെ പറഞ്ഞ്. അപ്പോൾ സീമാസ് ഉണ്ടായിരുന്നു, സീമാസായിരുന്നു എടുത്തത്, അമ്മയുടെ അനിയത്തി. അപ്പം അങ്ങനെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടന്നു. അങ്ങനെ എന്താ പറയുക, അമ്പലം എത്തി കേട്ടോ. അമ്പലമെത്തി. അവിടെ കുറച്ച് നിൽക്കണം, റോഡ് സൈഡിലാണ്. അപ്പോൾ അങ്ങോട്ട് ക്രോസൊക്കെ ചെയ്തിട്ടൊക്കെ പോകണം. ഇതാട്ടോ അമ്പലം, ദേവി ക്ഷേത്രമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളവിടെ എത്തി. പിന്നെ അവിടെയൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും അകത്ത് പൂജ നടക്കുമല്ലോ, അതും കൂടി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു പിന്നെ നമുക്ക് എന്തായാലും പോകണം വൈകുന്നേരം. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തിട്ടാണ് പോയത്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ, ബൈ.